ഇത്തവണ നാട്ടിൽ പോയിട്ട് വന്നിട്ട് എങ്ങും പോയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഇരിപ്പായതുകൊണ്ട് ഭയങ്കര ബോറടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് റാസൽ ഖൈമയിലൊന്ന് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ റാസൽ ഖൈമ BM ഹോട്ടലിൻ്റെ റിസോർട്ട് അവിടെ പോവുകയാണെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ ബീച്ചിൽ പോകാം. അങ്ങനെ കുറേ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, കുറേ കാഴ്ചകൾ കാണാറുണ്ട്. അപ്പം ഇതിന് മുമ്പ് അവിടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റാസൽ ഖൈമയ്ക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് മരുഭൂമിയാണ്. നിങ്ങൾ വിചാരിക്കും മരുഭൂമിയിൽ എങ്ങനെ പച്ചപ്പുണ്ടായെന്ന്. അപ്പം മരുഭൂമിയിൽ പച്ചപ്പുണ്ടാകാൻ കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് പെയ്ത കുറേ മഴയാണ് കേട്ടോ. അങ്ങനെ കുറേ മഴ പെയ്തതുകൊണ്ട് മരുഭൂമിയിൽ പോലും ഇപ്പോൾ പച്ചപ്പുണ്ടായി. അപ്പോൾ ഒട്ടകങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടായി എന്നുള്ളൊരു ആശ്വാസം എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മളിവിടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന ഉടനെ എൻ്റെ കണ്ണിലുടക്കിയത് കുറേ കടലാസ് മുല്ലകളാണ് കേട്ടോ. കടലാസ് മുല്ല അല്ലെങ്കിൽ ഇപ്പം എന്താ പറയണത്, അതെ, ബോഗൺവില്ല. അപ്പോൾ ബോഗൺവില്ലകളാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഞാൻ എണ്ണിയൊന്നുമില്ല. ഒരുപാട് നിറങ്ങളിലുള്ള ബോഗൺവില്ല ഉണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഇതുവരെയും ഇത്രയും വെറൈറ്റി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ബോഗൺവില്ലകളുടെ മുഴുവൻ വീഡിയോ ഞാനിങ്ങനെ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോറി, പനിയും ചുമയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ചുമയ്ക്കുന്നത്. അപ്പം ബോഗൺവില്ല, അപ്പോൾ ആ തോട്ടം പരിപാലിക്കാൻ വേണ്ടി അപ്പോൾ ഒരാളുണ്ട് കേട്ടോ. അപ്പം ആ വെയിലത്ത് നിന്നുകൊണ്ട് പണിത് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ് കേട്ടോ. അപ്പം എന്ത് മൃഗങ്ങളെ വേണമെങ്കിലും നമുക്കിവിടെ കൊണ്ടുവരാം. വന്യമൃഗങ്ങളെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പെറ്റ്സിനെ കൊണ്ടുവരാം കേട്ടോ. അപ്പം ഈ ഹോട്ടലിൻ്റെ വാതിൽക്ക് തന്നെ ഒരു പെറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ ആ പെറ്റിനെ തലവിളിച്ചുകൊണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമാണ് കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബീച്ച് കാണാം, അതുപോലെ തന്നെ പൂള് കാണാം. അപ്പോൾ വ്യക്തമായ കാഴ്ചയൊന്നും നിങ്ങൾക്ക് സാധ്യമാകുന്നില്ലായിരിക്കും അല്ലേ, കാരണം ദൂരത്തു നിന്നല്ല എടുത്തേക്കുന്നത്, അതുകൊണ്ടായിരിക്കണം. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആയപ്പം പൂളിലൊക്കെ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും, കുളിക്കാൻ പോകുന്നതിന് മുമ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെത്തിയുടെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്ത്, ചെത്തി ഇപ്പം അവഗണിക്കപ്പെട്ട ഒരു സസ്യമായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ വെള്ളത്തിലൊക്കെ മുങ്ങിയിട്ട് ഇങ്ങനെ കയറി ഇരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കുറച്ച് നേരം നീന്തും, എന്നിട്ടിങ്ങനെ ഇറങ്ങിയിരിക്കും. അപ്പോൾ അതുപോലെ ഞാനും ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. എനിക്ക് നല്ല രസമുണ്ട്, നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയി. അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ അതിനുശേഷം വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈന്തപ്പനയുടെ മുകളിലിങ്ങനെ അലങ്കാരം ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് ഫോട്ടോ എടുക്കാൻ തോന്നിയേ. പിന്നെ അങ്ങനെ കുറച്ച് സെൽഫീസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ കുറേ വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും വീഡിയോ ആണ് എനിക്ക് കയ്യിലിപ്പം ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.